ആ വെയിലത്തുനിന്ന് കണ്ട് നടന്നിട്ട് മനസ്സിന്റെ മുട്ടും കാല് വേദനിക്കണ്. ഈറ്റങ്ങൾ നന്നുന്നുണ്ട് ഇന്നങ്ങോട്ട് പറഞ്ഞയക്കേണ്ട ആവശ്യം ഉണ്ടായി ആ ചെങ്ങായിക്ക്. അതെങ്ങനെ ഇമ്മി രണ്ട് മക്കളും കണക്കാം. എന്റെ ബദ്രീങ്ങളെ എന്റെ കാല് അതിലിങ്ങനെ പൊളിച്ച് കേറുണ്ട് തളന്റെ മക്കൾ ഈ സ്വഭാവം കണ്ടിട്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷക്ക് കൊടുക്കണം 30 റുപ്യ വെറുതെ ഉണ്ടാവൂലല്ലോ. തള്ളക്കും മകൾക്കും ഇങ്ങനെ പെരന്റെ ഉള്ളിൽ സുഖിച്ചിരുന്നാ മതി. ആ മലക്ക വാതിലും തുറന്നിട്ട് കാണ്ട് ആയിഷ ആയിഷ വന്ന ആ കേറിന്നു ഇരിക്കേ. ആ എന്താ പമ്പർന്നോളെ ഈ പെരന്റെ മുറ്റത്തെ വാതിലും തുറന്നിട്ട് കണ്ട് ഔത്ത് ഇങ്ങനെ ഇരിക്കാണ് ഉമ്മി മോളും കൂടി. ഇതിന്റെ ഉള്ളിക്ക് വല്ല അണ്ണന്മാരും വല്ലതും കേറിങ്ങൾ അറിയോ? ഞാനും ഇപ്പൊ നേരം അങ്ങോട്ട് പോയിട്ടുള്ളു ഔത്തേക്ക്. ഞാൻ ഇത്രയും നേരങ്ങൾ വരുന്നാണ് ഇങ്ങോട്ട് കാത്തിരിക്കേന്ന് അവിടെ കാണാതെ ഇപ്പൊ നേരം അവിടെ നീച്ചു പോയിട്ടുള്ളേ. അതിന് എവിടെ അറിയണില്ലേ? അണ്ണന്മാര് കേറിയാലെന്താ, അണ്ണാച്ചികള് കേറിയാലെന്താ, ആര് കേറിയാൽ ഇങ്ങക്ക് ഒരു കുഴപ്പമില്ല. ഇമ്മാക്ക് 2 മക്കൾക്കും നല്ല കുസാലാണല്ലോ. എവിടെ എന്റെ കസാല? ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. അല്ല ഉമ്മ വന്നീല, ഉമ്മാനെ കൊടുന്നീല നിങ്ങള്. ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. അവിടുന്ന് ഇങ്ങോട്ട് കേറിയിട്ട് എന്റെ കുട്ടിയെ മുട്ടുകാല് വേദനിക്കണ്. ആദ്യം ഇട്ടതിന്റെ ആ വണ്ടിയിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. നിക്കാന്നുണ്ടെങ്കിൽ ആ കുന്ത്രാട്ടത്ത് കയറാനും പേടിയാണ്. എന്റെ ബദ്രീങ്ങള് ആ ഊരി മുട്ടൊക്കെ വേദനായിട്ട്. ഞാൻ ഇപ്പൊ വിമാനം അങ്ങോട്ട് കൊണ്ടുവരാൻ നിക്കല്ലേ. ഇപ്പൊ അതാ പണി. ഇമ്മപ്പൊ എന്റെ അടുത്ത് 2 ദിവസം നിന്നിക്കണെന്ന് കരുതിയിട്ട് ഇങ്ങക്ക് എന്താണ്? ഇങ്ങക്ക് ഉമ്മാക്കും 2 മക്കൾക്കും നല്ല കുശാലല്ലേ? അന്റെ ആദ്യം നന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിന്നാ ഈ കാല് വേനയും കൈ വേനയും വെച്ചിട്ട്. മൂത്തമ്മ വന്ന ഇതിനെ പറ്റിയ സമയം ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ മൂത്തമ്മ? ഓള് സമ്മതിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു കൊടുത്തിക്കണ്. ഇതിപ്പോ എല്ലാരും ഇന്നെ വന്നിട്ടാ പറഞ്ഞത്. നിങ്ങൾ അങ്ങനൊക്കെ മൂത്താപ്പി ഞാനൊക്കെ ഉണ്ടല്ലോ പൊട്ടന്മാരാ നിങ്ങളെ ഇടയില്. അത് നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങളൊക്കെ ചെയ്യണ ഓരോ കാട്ടലുണ്ടല്ലോ മനുഷ്യർക്ക് ദേഷ്യം ഇല്ലാഞ്ഞിട്ടൊന്നല്ല. എന്താ ഇപ്പൊ നിങ്ങളൊക്കെ പൗറും പത്രാസും. അന്റെ ആദ്യന്റെ വിചാരം എന്താണ് ആയിഷ? ഇജ് എന്ത് ചെയ്യാനാണ്? ഇന്റെ ആളൊന്നും ചെയ്യണ്ട. കൂമന്റെ മാരി അടുക്കളയിൽ 2 പെൺകുട്ടികൾക്ക് ഇങ്ങനെ വെച്ചുണ്ടാക്കി കൊടുത്തോ, അത് മാത്രം ചെയ്തോ, വേറെ ഒന്നും ചെയ്യണ്ട. മൂത്തമ്മ ഇത്താനോടെ ഞാൻ കൊറേ പറഞ്ഞു കൊടുത്ത്. ഇത്താക്കുണ്ടല്ല വെറും അഹങ്കാരാണ് മൂത്തമ്മ. വെറും അഹങ്കാരല്ല, നല്ല അഹങ്കാരാണ് മൂത്തമ്മ ഇത്താക്ക്. അപ്പൊ ഉള്ളി ചെറിയ നോക്കണ്ട് എരുതിയിലാണ് ഇരിക്കണ സ്വഭാവം. എത്ര പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത്. ഇന്നലെയും കൂടി ഞാൻ അടി ഉണ്ടാക്കിങ്ങനെ. അല്ല ഇങ്ങനെ അഹങ്കാരാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നോ? വലിയ രസമുള്ള പരിപാടിയാണല്ലോ ഇപ്പൊ അത്. നിന്റെ താത്താക്ക് അഹങ്കാരാണ് ഇങ്ങനെ പറയാന്. എന്തടി അനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? നല്ല കൂട്ടക്കാരാണോ വന്നത്? നല്ല ചെക്കന്, നല്ല കൂട്ടക്കാര്. ഞാൻ എല്ലാ കാര്യം ഞാൻ ഓളോട് പറഞ്ഞിക്കണ്. നല്ല കൂട്ടക്കാരാണെന്ന് ഒക്കെ ഞാൻ പറഞ്ഞിക്കണ്. പെൺകുട്ടി അമ്പിനും ബില്ലിനും അടുക്കണില്ല. ഇനി എന്താ ഞാൻ ചെയ്യ മൂത്തമ്മ? എനിക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. എന്റെ പൊന്നാര ആയിഷ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണോ പെൺകുട്ടികൾ 2ാം ഘട്ടം 3ാം ഘട്ടമൊക്കെ കെട്ടണത്? ആണോ? ഈ വന്ന ചെക്ക 2ാം ഘട്ടം 3ാം ഘട്ടം ഒന്നല്ല, ആദ്യത്തെ കെട്ടാണ്. അപ്പൊ അന്റെ മകൾക്ക് അഹങ്കാരം. എന്ത് അഹങ്കാരാന്നറിയോ? വലിയ വലിയ അഹങ്കാരം. കൊമ്പത്തുള്ള പെൺകുട്ടികൾക്ക് എത്രക്ക് അഹങ്കാരം. എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്റെ കണ്ണും മോറും അങ്ങോട്ടും ഇതാക്കിയാ മതിച്ച്. മൂത്താപ്പ അവരോട് ഉള്ള കാര്യങ്ങളും പറഞ്ഞ് പെൺകുട്ടിക്കൊന്നും കുഴപ്പമില്ലാന്നും പറഞ്ഞ് എല്ലാം അന്റെ മകളല്ലേ പറഞ്ഞത്. പെണ്ണാണേലൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, വന്നോട്ടെ കാണാന്. കാണാൻ വരണ്ട,
എന്താ പറഞ്ഞത് അവ? ആ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞാൽ മതി. എന്നിട്ട് അനക്കല്ലേടി നമ്പറൊക്കെ തന്നത് മൂത്താപ്പ. എന്നിട്ട് എന്താ ഓളക്കൊണ്ട് വിളിപ്പിച്ചില്ലേ? മൂത്തമ്മ നിങ്ങള് വിചാരിക്കണ മാരിക്കൊന്നല്ല. ഇത്താനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇത്ത ഇന്റെ നെഞ്ഞത്ത് കണ്ട് കേറും. ആ മൂത്തമ്മക്ക് അറിയാഞ്ഞിട്ടാണ് ഇത്താന്റെ സ്വഭാവം. ഇത്ത മറ്റുള്ളവരുടെ മുന്നിലൊക്കെ മുണ്ടാമ്പൂച്ചയാണ്. അവ ഉള്ളി ചെറി നോക്കണ്ട് ചേ. ഞാൻ പറയും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഇത്ത നല്ല മുണ്ടാമ്പൂച്ചയാണ്. പക്ഷെ ഇന്നോട് നല്ല ചാടി കയറും. ഇമ്മാനോടും മുണ്ടാമ്പൂച്ചന്റെ മാരും ഒന്നും ഇതാക്കാതെ പോലെ നിൽക്കും. ഇന്നോട് നമുക്ക് ഭയങ്കര ചാടികയറ്റാണ്. മൂത്തമ്മ ഞാൻ നമ്പറൊക്കെ കൊടുത്തിരുന്നേ മൂത്താപ്പിന്റെ ഫോണൊക്കെ അയച്ചിട്ട് ഇത്താനോട് വിളിക്കാനും പറഞ്ഞതാണ്. പക്ഷെ ഇത്ത വിളിക്കാതെ നിന്ന് അതിനാണ് ഞാൻ ഇന്നലെ തല്ലുണ്ടാക്കിയത് ഇത്താനോട്. ഇന്നലെ അല്ല ഇന്ന് രാവിലെ. ഇത്ത പോണതിന്റെ മുന്നേ ഞാൻ കുറെ തല്ലുണ്ടാക്കിയിരിക്കണ്. ഇത്ത അപ്പോഴും എന്നോട് പറയാണ് ഇത്ത നന്നാവണേനാണ്, ഞാൻ പിരാവുകയാണ് ഇത്താൻ എന്തൊക്കെയോ പറഞ്ഞാണ്ട് ഇത്ത അങ്ങോട്ട് പോയി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇത് കാര്യത്തോട് അടുക്കാന്ന് കണ്ടപ്പോളേ എന്റെ മകളോട് വാക്ക് മാറി. ആരാപ്പൊ നാണം കെട്ടത്? ഇന്റെ മൂപ്പരാളല്ലേ? അല്ലെങ്കിലും പണ്ടേ നിങ്ങളെ മാപ്പ മരിച്ചേ മുതൽക്കുണ്ടല്ലോ ഇന്റെ മൂപ്പരാള് പല കാര്യം കൊണ്ട് നാണം കേട് തന്നെയാണ്. ഞാനും നിങ്ങളെ കാര്യത്തിൽ അവരാര് ബാക്കിക്കാരല്ലേ? എങ്ങനെയെങ്കിലും നേരെ ആയിക്കോട്ടെ. ആരാരും ഇല്ലാത്ത മനുഷ്യന്മാരല്ലേ? എന്ത് കാട്ടിയാലും അല്ല എങ്ങനെയും നേരെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ മുന്നിലും പിന്നിലും നിൽക്കുമ്പോ ഇമ്മാക്കും 2 മക്കൾക്കും ഭയങ്കര അഹങ്കാരം. നിങ്ങൾ 2 മക്കളും കണക്ക് തന്നെയാണ്. ഈ ജാതിനും കുറ്റം പറയണ്ട, ആദ്യം അന്യം കുറ്റം പറയണ്ട. 2 മക്കളും കണക്കാണ്. എന്നിട്ട് എവിടുക്കാണ്ട് കൊച്ചാമ്പറ്റാട്ടി പോയത്? കല്യാണം വേണ്ട കളിയാട്ടും വേണ്ടാന്നിട്ട് ഓള് ഇങ്ങനെ നടക്കാനാവും അല്ലേ? ഓൾക്ക് ഇങ്ങനെ നടക്കണ്ടേ വരും. അപ്പൊ എന്താ ഉഷാർ ഇങ്ങനെ നടന്നാലും ഓൾക്ക് നല്ല കുശാലാണല്ലോ ഇങ്ങനെ നടക്കുമ്പോള്. അതിനായിട്ട് ഒരു 2 ചക്ര വണ്ടി ഉണ്ട് ഓടിച്ചു പോവാന്. അതിന് നല്ല ഉഷാറാ. അന്നേ ഞാൻ പറഞ്ഞു മൂപ്പരാളോട് എടുത്തു കൊടുക്കണ്ട, നിങ്ങളാ വണ്ടി എടുത്തു കൊടുക്കണ്ടാന്ന്. അല്ലെങ്കിലും മൂത്താപ്പാക്ക് ഇന്നെക്കാട്ടും കുറച്ച് ബേജാറും വേവലാതെ ഇന്റെ മക്കളെക്കാട്ടും വേലാതെ നിങ്ങളെ കൊടുത്തേണ്ട തന്നെയാണ്. അതിനനുസരിച്ച് നിങ്ങൾ നല്ലോണം കൊടുക്കണ്ട. അതിന് ആകെ നാണം കെട്ട് നല്ല കൂട്ടക്കാര്, നല്ല സ്വത്തും പണവും ഒക്കെ ഉള്ള കൂട്ടക്കാര്. അതിനെയാണ് എന്റെ മകള് വേണ്ടാന്ന് വെച്ചത്. അച്ചോ ഇത്ര ഒരു അഹങ്കാരം എന്റെ മകൾക്ക്, വല്ലാത്തൊരു അഹങ്കാരായി പോയി. ഒച്ചപ്പാട് കേൾക്കണ്ടല്ലോ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം വരട്ടെ. മൂത്തമ്മ എപ്പഴാ വന്ന്? ഇജ് വന്നാ? ഇജ് ഞാൻ പറഞ്ഞൊക്കെ ഇങ്ങനെ കേട്ട് നിക്കേന്ന് കൊലായ്മ? അല്ല, ഞാൻ ഇപ്പൊ നേരെ വന്നിട്ടുള്ളൂ. ഞാൻ വരണ വരോ മൂത്തമ്മ? ഞാൻ വന്നിട്ട് കുട്ടിയെ 10-55 കൊല്ലായി. അല്ല ആദ്യ മൂത്തമ്മ എന്നോടൊരു കാര്യം ചോദിച്ചോക്കട്ടെ. ഇജ് എന്തിനുള്ള പുറപ്പാടാണ്? മൂത്തമ്മാന്റെ കുട്ടി അതൊന്ന് പറഞ്ഞാട്ടിക്ക. എന്താപ്പ എന്റെ വിചാരം? അവ പറയണ എനിക്ക് അഹങ്കാരാണെന്ന്, ഇമ്മ പറഞ്ഞിച്ച് പറഞ്ഞത് കേൾക്കണില്ലാന്ന്. മൂത്താപ്പാന്റെ വക ഒരു തൊരാന്റെ കാര്യം ആലോചിച്ചിട്ട് രാത്രി അതിന് ഉറക്കമില്ല, ഒന്നുമില്ല. പ്രഷർ ഷുഗർ അതിനിങ്ങോട്ട് കൂടി വരികയാണ്. ഈ വയസ്സാം കാലത്ത് നിങ്ങൾ അതിനിട്ട് ഇങ്ങനെ ഇടങ്ങറാക്കണോ? മൂത്തമ്മ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണിച്ചിട്ടാണ്. ഇപ്പൊ തന്നെ വേണ്ടല്ലോ കരുതിയിട്ടാണ്. എന്റെ പൊന്നാറ കുട്ടിയേച്ചി ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ എപ്പൊക്കാണ് കല്യാണം ഉണ്ടാക്കാൻ പോണത്? ഇച്ച അതൊന്ന് പറഞ്ഞാട്ടെ. ഇജ് ഏത് കാലത്തേക്കാണ് ഈ കല്യാണം വെക്കാൻ പോണത്?
ഇപ്പൊ വേണ്ട വേണ്ട വേണ്ടാന്ന് പറയണേ. ഇജ് എന്നാണ് ഈ പല്ലു പോയി മൂലൊക്കെ കാല് നീട്ടിയിരിക്കണ കാലത്തോ ഇജ് ഈ തള്ളനിട്ട് ഇടങ്ങറാക്കണോ? ആക്കണോ? അതിന്റെ കണ്ണും മോറും കാണിച്ച് ആക്കണ ജി. എന്താ ഒന്നിനാത്രം പോന്ന എന്റെ 2 വയസ്സിന് ഇളയത് മാത്രല്ലേ ഓള് കെട്ടിക്കണ്ടേ? ഇജിങ്ങനെ പെര നിറഞ്ഞു നിന്ന് എങ്ങനെയാണ് കെട്ടിക്കല്? ഇജിങ്ങനെ പെര നിറഞ്ഞു നിക്കാന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ ഇവരൊക്കെ അവസ്ഥ? മൂത്തമ്മ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയം കൂടി തരും നിങ്ങളെല്ലാരും. നിങ്ങളിന്ന് കല്യാണം തന്നെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്. നിങ്ങളെന്ത് ഞാൻ പറഞ്ഞതൊന്നും എല്ലാരും മനസ്സിലാക്കി. അതാണ് ഞാൻ ചോദിക്കണത്, എന്താണ് എനിക്ക് പറ്റാത്തത്? ഇജ അതൊന്നും നല്ലപോലെ എന്നോട് മൂത്താപ്പാനോട് പറയ്. എന്താണ് എന്റെ മനസ്സിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മാനോടും എന്റെ അഞ്ചത്തിനോടും ഇന്നോടും എന്റെ മൂത്താപ്പാനോട് പറയിച്ചി. ഇന്നാളില്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്നതാണ് എനിക്ക് മനസ്സിലെന്നുള്ളത്. ഈ ഇതൊന്നും പറയാതെ എന്താ ഞങ്ങൾ അന്ന പറയല്? അന്ന ആദ്യം കെട്ടിയോന് ആദ്യം കൂതറിയണ്, അത് സമ്മതിച്ച് ഞങ്ങള്. എന്റെ മൂത്താപ്പാന്റെ അടുത്ത് പറ്റിയത് തെറ്റാണ്, അന്വേഷിക്കാതെയും പൊടിക്കാതെയും ഒക്കെ കെട്ടിച്ചത്. അത് ഞങ്ങൾ തെറ്റാണ്, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചില്ലേ. ഇപ്പൊ വന്ന കൂട്ടക്കാര് പണ്ടും പണത്തിന്റെ പോട്ടെ, നല്ലൊരു ചെക്കൻ, അതിനെനിക്ക് കെട്ടിയാൽ എന്താ കുട്ടിയെ? അത് ഇഷ്ടാന്ന് എന്നോട് പറഞ്ഞില്ലേ. അത് ഇഷ്ടാണെന്ന് മൂത്താപ്പാനോട് അതിന്റെ പെരക്കാര് പറഞ്ഞ് കെട്ടാ സമ്മതാണേന്ന്. അന്നെ എവിടുന്നോ കണ്ടും ചെയ്തിക്കണാല. പിന്നെ എന്താ കുട്ടി എനക്ക്? ഈ ഇന്നലെ മൂത്താപ്പാക്ക് രാത്രി ഫോൺ വിളിച്ചിന്ന് അറിഞ്ഞു, അതെന്ത് കാര്യത്തിനേന്ന്? ഞാനൊക്കൊരു പണി ശരിയാക്കി തരുമോന്ന് ചോദിച്ചുകൊണ്ട് എന്താ ആദ്യം എന്റെ മനസ്സിലിരിപ്പ്? ഇജ് പറ, എന്താ വെച്ചാ ഞങ്ങള് 3 ആളൊന്ന് അറിയട്ടെ. ഇജൊന്ന് പറ. മൂത്തമ്മ എന്നെ കുറ്റപ്പെടുത്തണോ നിർത്തുങ്ങള്? മൂത്തമ്മ നിങ്ങൾ കല്യാണം എന്ന് പറയണ്ടല്ല. ഒരു പ്രാവശ്യം നിങ്ങൾ എല്ലാരും കൂടി എന്നെ കെട്ടിച്ചതേ ഞാൻ എന്തൊക്കെ അവിടെ അനുഭവിച്ചിരിക്കണ നിങ്ങൾ അറിയാം? നിങ്ങൾ ആരെങ്കിലും അറിയാം? നിങ്ങളെ വിചാരം ഞാൻ അമ്മായിമ്മ പോരും മാപ്പിളെന്നെ നോക്കാൻ താത്തമ്പേര് മാത്രമാണ് അനുഭവിച്ചിരിക്കണെന്നാണ് നിങ്ങൾക്കറിയാം. എന്റെ കുട്ടി മോളെ ആദ്യമായിട്ട് ഇങ്ങനെ കരയല്ലേ. എന്റെ കുട്ടിക്ക് കല്യാണത്തിന് താല്പര്യം എങ്കിൽ വേണ്ട, കേക്കണ്ട. ഇന്റെ ആളിങ്ങനെ കരയല്ലേ. എന്നെ മരിക്കാണെന്ന് വിളിച്ച് പറഞ്ഞ രാത്രി എന്റെ വയറുമക്കാണ് അയാൾ ചവിട്ടിയത്. അറിയാം, ഒരാണിന്റെ അടുത്ത് അനുഭവിക്കേണ്ട എല്ലാ ക്രൂരതയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ച് ഈ ആദ്യം പിന്നെ എങ്ങനെ വേറൊരു കല്യാണത്തിന് സമ്മതിക്കല്? ഇവളെന്നോട് പറയും ഈ അഹങ്കാരാണ്, ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള പോതി കാരണം ചെയ്യാണ്. ഇല്ല മൂത്തമ്മ, കുറച്ചൊന്നല്ല ഞാൻ അനുഭവിച്ചിരിക്കുന്നത്. നിങ്ങളെ പറഞ്ഞ എന്റെ അമ്മ വിഷമിക്കൊന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഒന്നും പറയാഞ്ഞത്. ഞാൻ മൂത്തമ്മനോട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് ചേർന്നെന്ന് പറഞ്ഞു. ഇപ്പൊ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോണെന്താന്നറിയും. എല്ലാത്തിനും ഒരു സമാധാനം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോളെ അയാളിനെ കാട്ടിയത് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. കുറച്ചു നേരം ഞാൻ അനുഭവിച്ചിരുന്നത്. ഒന്നും ഇവിടെ പറയണ്ട ചെയ്യണ്ട വെച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്നതാണ്. ഒരു പെണ്ണനുഭവിക്കണേനെക്കാട്ടി കൂടുതൽ ഞാൻ അവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നേരെ വന്നിട്ടുണ്ടെങ്കില് അമ്മായിമ്മ അത് വേറെ വാക്കാം. ചിരിച്ചാലും നിന്നാലും എല്ലാത്തിനും കുറ്റം. എന്തിനാ ഒരു പീരിയഡ്സായിട്ട് വയറ് വേദനിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അതിനും കുറ്റാണ്. അതാ നിങ്ങക്ക് പോരാത്തനി നാത്തൂന്റെ വക വേറൊന്ന്. എത്ര പ്രാവശ്യം ഞാൻ പെണ്ണേന് പട്ടിണി കിട്ടണെന്നറിയാം. ഇമ്മി മോനും പെങ്ങളും കൂടി ഒത്തിട്ട് ഇങ്ങനെ അനുഭവിച്ച് ഞാൻ ഇനി വേറൊരു കല്യാണത്തിന് ഞാൻ എങ്ങനെ സമ്മതിക്കാം മൂത്തമ്മ? എനിക്കറിയാം എന്നെ പള്ളക്ക് ചവിട്ടിന്ന് പറഞ്ഞ
ആദ്യത്താ ഈ എന്തിനും ഇങ്ങനെ കരയണത്? അന്നാണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അത്രയും സന്തോഷത്തില് കാണിച്ചു കൊടുത്തത്. അത് അറിഞ്ഞപ്പോ ഇത് എന്റെ കുട്ടീനെയാണെന്ന് എന്താണ് ഉറപ്പെന്ന് വെച്ചിട്ട് എന്റെ പള്ളത്തിൽ ചവിട്ടിയത്. അന്ന് ഞാൻ മരിക്കാൻ വൈകി മൂത്താപ്പാക്ക് വിളിച്ചത്. ഞാൻ മൂത്താപ്പാനോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞു വയറ്റില് ജന്മം കൊണ്ടതിന് മുന്നേ അയാള് നശിപ്പിച്ചു. ഇത്രയും ഒരാണിന്റെ അടുത്ത് നിന്ന് അനുഭവിച്ചിട്ട് പിന്നെ വേറെ കല്യാണത്തിന് എങ്ങനെ മൂത്തപ്പ ഞാൻ സമ്മതിക്ക? ഇജ് കരയല്ല ആദ്യ. നിങ്ങളെന്നെ പറയും ഇവിടുന്ന് നേരെ പോലത്തെ കല്യാണം തന്നെ കാണും. എങ്ങനെ ഞാൻ ഒരാണിനെ വിശ്വസിക്ക? എന്റെ ശരീരത്തിലുണ്ടല്ല, എന്റെ ശരീരത്തിൽ അയാൾ എന്നെ കാട്ടി പാടും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്തിനാണ് അയാൾ എന്നെ അടിച്ചിരുന്നുള്ള പോലെ എനിക്കറിയില്ല. പണി മാറ്റി വരുമ്പോ അയാളമ്മ അയാൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. റൂമിൽ വന്നിട്ട് അയാളെ ക്രൂരതാണ്. ഇവിടെ ഇമ്മ ഉണ്ടല്ലോ, ഇമ്മ പേടിക്കും, ഇമ്മ ടെൻഷൻ അടിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആരോടൊന്നും ഉണ്ടാതെ നിൽക്കേ. നിങ്ങളെല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തും പറ്റണില്ല മൂത്തമ്മക്ക്.